പൂക്കളൊക്കെ അങ്ങോട്ട് എടുത്തു. അമ്മയുടെ തൊട്ട് ഇറങ്ങി ഈ കാണുന്ന മൊത്തം ഇവർ സ്ഥല ആയിരിക്കും. ഇത് ഇങ്ങോട്ട് നോക്ക്. മാതപ്പോ സ്റ്റാൻഡ് വന്നാട്ടെ. പിന്നെ സുഖം. ഇത് രാജു. എവിടെയാ വീട്? കാപ്പിമലയില്. അവിടെ നമ്മുടെ വെള്ളരിങ്ങോട്ടെ സേവിയറിന്റെ പെങ്ങളുടെ മകന. ഓ പറഞ്ഞില്ലായിരുന്നു? ഓ ഓ ഓ മോളെ ഇങ്ങോട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മച്ചിയും വല്യമ്മച്ചിയും. ഓ അപ്പച്ചൻ നേരത്തെ മരിച്ചു. ഓ ഇനിയിപ്പോ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ബേബി എന്നല്ലേ പേര്? അതെ. ചേട്ടന്റെയോ? രാജു. രാജു ജോസഫ്. എന്ത് ചെയ്യുന്നു? ഞാൻ മെക്കാനിക്കാ. ഇവിടെ കാപ്പിമല സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. മെക്കാനിക്കാണോ? അതെ ചേട്ടാ, ഞാൻ BEdന് പഠിക്കുക. എനിക്ക് ഈ മെക്കാനിക്കിനൊന്നും താല്പര്യമില്ല. അല്ല, അത് പറ്റി. ഈ ഓയിലൊക്കെ പരണ്ട് ഒരുമാതിരി വൃത്തികെട്ട ഡ്രസ്സും പിന്നെ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും നാറ്റം അടിക്കുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ടാ. ചേട്ടനൊന്നും വിചാരിക്കരുത്. താനിങ്ങോട്ട് വാ. രാജു ഞാൻ വിളിക്കാവേ. ഒന്ന് കേറടോ. എന്നെ കവലൂടാ. നടന്നങ്ങ് പോയാ മതി. ഇറങ്ങിക്കേ. നിങ്ങൾ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞല്ലേ? എടാ, ഞാൻ മാത്തപ്പനോടെല്ലാം പറഞ്ഞാടാ. ഒറ്റ വീക്ക് വെച്ചിരുന്നു ഞാൻ. അവളുടെ ഒരു BEdും ജാടയും അടുപ്പിന്ന് ചേരവയ്യ. അവളെന്തിനാ ഛർദ്ദിച്ചേ പോലും? ഗർഭിണിയായിരിക്കും. ഈ പെട്രോളും ഡീസലും ഒന്നും ഇല്ലെങ്കിൽ ഇവള് കാളവണ്ടി പോവോ? നീ അത് വിട്, എല്ലാം ശരിയാവും. നിനക്ക് വേണ്ടി ഇന്നും കൂടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. സത്യം. എന്നിട്ട് എന്തായി? എടാ, നടക്കാനുള്ള എന്തായാലും നടക്കും. നടക്കും നടക്കും. അത് വിട്. എടാ, നമ്മുടെ ഈ വണ്ടിയെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ കണ്ടിഷ്ടപ്പെട്ട് കൊടുക്കണ്ടോന്ന് ചോദിച്ചു. നമുക്കൊന്ന് നോക്കിയാലോ? നല്ല പറ്റിയടാ. 1.5 ലക്ഷം രൂപ കിട്ടും. എടാ, മറ്റെനിക്ക് 200 രൂപ കിട്ടില്ല. മിണ്ടാണ്ട് പോയേ. എത്ര ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാലും ഞാനിത് കൊടുക്കില്ലെന്ന് ചേട്ടൻ അറിയില്ലേ? അപ്പൊ അത് പോട്ടെ. ഇവിടെ എന്നെ ഒന്നും കൂടി വിട്ടാരാ. നടന്നങ്ങ് പോയാ മതി. അപ്പൊ ഞമ്മ രണ്ടാളും ഒറ്റ ടീമാണ്. എന്തേ? നിങ്ങളെ പാർസലും കൂട്ടി വണ്ടിയാക്കുന്നു, ഞമ്മളത് പൊളിച്ച് വിൽക്കുന്നു. അത്ര തന്നെ വ്യത്യാസം. അല്ലപ്പാ, നിങ്ങൾക്ക് ആ വണ്ടി തമ്മിൽ എന്നാ ബന്ധം? നിങ്ങളെ കുടുംബസ്വത്തായിട്ടെന്നോ കിട്ടിയാന്ന്? അങ്ങനെയൊന്നും അല്ലപ്പാ. പിന്നെന്തെന്നാന്ന്? പിന്നെ അതും അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട. ನಮಸ್ಕಾರ. ಎಲ್ಲಿ ಕಾಸು ಎಲ್ಲಿಗೆ ಕೊಟ್ಟಿದೆ? പതിനെട്ട് 19 എടുത്തേ. പോട്ടാ, ചെവിയേട്ടൂടെ? 18 19. കണ്ടു പഠിച്ചോളണം, അല്ലാതെ അതിലും ഇതിലും ശ്രദ്ധ പോയാ വളയിലും തുളയിലും കയറാതനായി പോവും. തിരക്കിലാണോ? നീയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോടാ? ആശാനെ, എന്നതാ? പിന്നെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട് നമ്മുടെ അയൽക്കത്ത് തന്നെയാ. ഓടിയിട്ടൊക്കെ ഇച്ചിരി ആയതാ. ബുള്ളറ്റാ. ഇച്ചിരി പഴയ വണ്ടിയാ. ബുള്ളറ്റാ? ഇരുന്നിരുന്ന് ഇത്തിരി തുരുമ്പൊക്കെ ആയി. അതൊന്ന് കൊടുക്കണം. ആശാന് വേണം. എനിക്ക് നീ എന്നാത്തിനാടാ ബൈക്ക്? നീ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ നോക്ക്. എന്നാ ശരി, നമുക്ക് ഇത്തിരി ചില്ലറ കിട്ടുന്ന കേസാ, അതുകൊണ്ടാ. ആക്രമിക്കാൻ നടക്കണം മനുഷ്യനെ പറ്റിക്കാൻ.
അങ്ങനെയൊക്കെ. ആശാനെ ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാം. തെണ്ടിത്തിരിച്ച് നടന്നോ. പിള്ളേരായ ഗുരുത്വം വേണം. ഞാൻ വരുവാ. തോമസേട്ടാ. തോമസേട്ടാ. ആ ഞാൻ വിളിക്കാം. എന്നടാ തോമസേട്ടാ ആ ബുള്ളറ്റ് എനിക്ക് തരുമോ? ഏയ് അത് നിനക്ക് ശരിയാകത്തില്ല. ആകെ കത്തിക്കരിഞ്ഞ് അലമ്പായിട്ട് എടുക്കാം. കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നുമില്ല. തോമസേട്ടാ അതാകുമ്പോൾ ചെറിയ വിലക്ക് കിട്ടുമല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുത്തോളാം. ചെറിയ വില എന്ന് പറഞ്ഞാൽ എത്രേ? ഒരു 10-15,000 രൂപയ്ക്ക്. ഞാനൊരു കാര്യം ചെയ്യാം. സാധാരണ ഭാഷയോടും ചോദിച്ചോ. ബുള്ളറ്റ് അല്ലേ, അതുകൊണ്ടാ. പുള്ളിക്ക് അത്രയ്ക്ക് ഇഷ്ടം. ഭയങ്കര ഇഷ്ടാ. എന്നാ കാശ് കൊടുത്തവരണം മേടിച്ചൂടെ പുതിയത്? പുതിയത് വാങ്ങിക്കാനുള്ള കാശൊന്നുമില്ല. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? കാണാലോ, നീ നാളെ വീട്ടിലോട്ട് വാ. ആ 15,000 രൂപ. അതിന്റെ പകുതി കാശുണ്ടെങ്കിൽ ഒരു ആശാരിയെ കൊണ്ട് പഴയ വാരി മാറ്റി പുതിയത് വെക്കാന്ന് വിചാരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു ബൈക്ക്. മഴ വന്നാൽ കാണാം വെള്ളമകത്തേക്ക് വീഴുന്നത്. ഇനി അതിന്റെ കാശ് എങ്ങനെ ഉണ്ടാക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴാ അതെല്ലാം ഞാൻ ചെയ്തോളാം അമ്മേ. നീ ചെയ്യും. നിന്നെ കൊണ്ട് 1 രൂപയുടെ സഹായമെങ്കിലും ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ? ആ നീയാ ഈ വാരിയൊക്കെ മാറ്റുന്നത്. ഇനി ഒരു വണ്ടിയില്ലാത്തതിൻ്റെ കുറവേ ഉള്ളൂ. രാജുക്കുട്ട, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ ആ വണ്ടി? ഇത്രയും ചെറിയ വിലക്ക് വേറൊരു വണ്ടി കിട്ടില്ല പൊന്നമ്മച്ചി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു ബൈക്ക്, അതും ഒരു ബുള്ളറ്റാ പൊന്നമ്മച്ചി. വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. വീടിന് പുറത്തിറങ്ങാത്ത എനിക്കെന്തിനാടാ ഈ വള? വാങ്ങിച്ചോ? എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. 76 മോഡലാ. ആഹാ. വണ്ടി പൊളിയാ താമസിട്ടാ. എല്ലാം കഴിഞ്ഞ് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയരുത്. അതൊന്നുമില്ല, ഒന്ന് പണിതെടുക്കണം, അത്രേ ഉള്ളൂ. ആ അത് പണിയല്ലോ. ഓക്കെ. ഇതാ മേടിച്ചോ. ഇത് മതി. ഹലോ, അങ്ങോട്ട് മേടിച്ചു. ഇപ്പൊ തന്നെ കൊണ്ടുകൊള്ളു വണ്ടി. കേട്ടോ. ഓ, ഏതാടാ ഈ വണ്ടി? ഇത് തോമസ് ഏട്ടൻ പറഞ്ഞ ബുള്ളറ്റ്. അച്ഛനെ ചെറിയ വിലക്ക് കിട്ടിയപ്പോൾ ഞാനിതങ്ങ് വാങ്ങി. എടാ തോമസ് ഇതിനെ പറ്റിച്ചതാ. ഈ കത്തിക്കരിഞ്ഞ വണ്ടി കൊണ്ട് എന്തുണ്ടാക്കാനാ? ഞാനൊന്നും പറയുന്നില്ല, കൊള്ളാം. അല്ലെങ്കിൽ തന്നെ 108 പണി തിരക്കാം. അതിൻ്റെ ഇടയിൽ അവൻ്റെ അച്ഛനെ ഞാനിത് ആശാനെ ബുദ്ധിമുട്ടിക്കാതെ രാവിലെയും രാത്രിയും പണിയെടുത്ത് ശരിയായിക്കോളാം. ഞാൻ നാളെ കട്ടപ്പനയ്ക്ക് പോവാ. നീ ഇവിടെ ഈ തുരുമ്പും ചൊറിഞ്ഞുകൊണ്ടിരുന്ന് ഇവിടെ വരുന്ന പണി കളയരുത്, പറഞ്ഞേക്കാം.
ആദ്യം ആശാൻ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. രമേശ 2 നാരങ്ങ എടുത്തിട്ട് വാ. ആ ഇപ്പൊ കൊണ്ടുവരാം. ഒന്ന് മാറി. കൊള്ളാടാ മോനെ. ആശാനെ വാ പോവാം. രാജുവിന്റെ ഷോപ്പല്ലേ? എന്താ രാജുവിന്റെ? രാജുവിന്റെ ഫേസ്ബുക്ക് പേജിൽ മോഡിഫൈ ചെയ്തൊരു ബുള്ളറ്റിന്റെ ഫോട്ടോ കണ്ടു. എന്നാൽ ഈ വണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. മോഡിഫൈയാ? അതൊന്നും ഇവിടെ പറ്റില്ല. കേട്ടോ രമേശ, ഇന്ന് രാവിലെ വേറൊരുത്തരും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ട് വന്നായിരുന്നു. അനിയന്മാരെ, നിങ്ങളെ വണ്ടിക്കുള്ള കുഴപ്പമുണ്ടെങ്കിൽ പറ, അത് ശരിയാക്കി തരാം. അല്ല പിന്നെ അയ്യോ ചേട്ടൻ ചെയ്യണ്ട, രാജു തന്നെ ചെയ്യണം. പൈസ ഒരു പ്രശ്നമാക്കണ്ട. അതൊന്നും ഇവിടെ പറ്റില്ല കേട്ടാ. പോ. എന്നാ പിന്നെ രാജു ഉള്ളപ്പോ വരാം. ചേട്ടനൊന്ന് സമ്മതിപ്പിച്ചാൽ മതി. സഞ്ജീവേ പോവാ. എവിടുന്നാടാ ഈ പടുവകള്? ആശാനെ ഇതാ. ആശാനെ പൂവഞ്ചാലല്ലേ, ജോണിച്ചാൻ്റെ വണ്ടി കേടായി. ഞാനൊന്ന് പോയിട്ട് എടുത്തിട്ട് വന്നോട്ടെ. ആ ചെയ്യുന്ന ജോലിയോട് കൂറുള്ളവനാ. കണ്ടില്ലേ അവൻ വണ്ടിയോട് കാണിക്കുന്ന സ്നേഹം? നല്ലവനാ, നന്മയുള്ളവനാ. പിന്നെ അല്ലാണ്ട് കത്തിക്കരിഞ്ഞ കമ്പിക്കൂടുകൊണ്ട് അവനുണ്ടാക്കിയ ബൈക്ക് കണ്ടില്ലേ? അവൻ മിടുക്കനാ ആശാനെ. സംഗതി ശരിയാ, പക്ഷെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ. രമേശ, സത്യം പറഞ്ഞ ഈ പുതിയ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുമ്പോ എനിക്ക് പേടിയാ. ഇനിയിപ്പോ ശരിയാക്കാൻ പറ്റില്ലെങ്കിലോ? ഞാനൊക്കെ പഴഞ്ഞനായി പോയില്ലേടോ. ആശാനോ ശരിയാക്കാൻ പറ്റാണ്ടോ? ആശാൻ സൂപ്പർ മെക്കാനിക്കല്ലേ. എന്താ വെറുതെ? ആശാനെ ആശാനെ ഇതെങ്ങോട്ടാ? കട്ടപ്പനയിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ട്രേസി അമ്മയ്ക്ക് നെഞ്ചുവേനായിട്ട് ICയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അയ്യോ, എന്നാ പിന്നെ ഞാനും കൂടെ വരാം ആശാനെ. ഏയ്, വർക്ക്ഷോപ്പ് അടയ്ക്കണ്ട. നീ കുറച്ച് ദിവസം ഷോപ്പ് നോക്ക. അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? നീ എൻ്റെ പേര് കളില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഓട്ടണ മോനെ.